തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ് തമ്പാനൂർ. കാരണം ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടെ അങ്ങോട്ട് പനവള ജംഗ്ഷനിലോട്ടൊക്കെ നാളെ ഒരു ഉച്ച കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് KSRTC ബസ്സുകളാണ്. ഇങ്ങനെ അടുക്കിന് ഓരോ നിരയായിട്ട് ഇങ്ങനെ ഇടും. അതിന് പ്രത്യേകിച്ചും ഒരു കാരണം, അത്രയധികം ആളുകളാണ് ഇവിടെ നിന്നും നാളെ ബസ്സിലായിക്കോട്ടെ ട്രെയിനിലായിക്കോട്ടെ, പ്രത്യേകിച്ചും തമ്പാനൂരിനെ സംബന്ധിച്ച് ഇത്രയധികം തിരക്കുണ്ടാവാനുള്ള കാരണവും അതാണ്. അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം, അതോടൊപ്പം തന്നെ ബസ്സിൽ യാത്ര ചെയ്യാം. അതൊക്കെ ഒന്ന് സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടേക്ക് കൂടുതൽ ആളുകൾ എത്തുന്നത്. എവിടുന്നാണ്? മലപ്പുറം കോട്ടയ്ക്ക്. അത് കണ്ടോ, ഇപ്പൊ പറഞ്ഞൊരു ഉദാഹരണം. മലപ്പുറത്ത് നിന്നൊക്കെ വന്നയാ. എങ്ങനെ എപ്പോഴാ വന്നത്? ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ട്രെയിനിന് വന്നു. നാളത്തെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്താ? കൊച്ചുവേലിയിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്കാണ് കിട്ടിയത്. അപ്പൊ അമ്പലത്തിൽ പോയോ? എന്താണ്? 8:45 പോയിട്ട് 12 മണിക്കാണ് തൊഴുത് ഇറങ്ങിയത് ഇന്നലെ. ഇതൊക്കെ ഇവിടുന്ന് വന്നപ്പോ വാങ്ങിച്ചാണോ? വയണയില. ഇതിനെന്താ പറയാ? വയണയില എന്നൊക്കെ അല്ലേ നമ്മള് കൊല്ലത്ത് പറയും. തിരിച്ച് ടിക്കറ്റ് എടുത്ത് ചോദിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് ഇതാവും. കാര്യം കുറേ നാളത്തെ ആഗ്രഹമായിട്ട് വന്നതാണ്. പിന്നെ പോകാൻ മനസ്സിലായി. ഇപ്പം നമുക്ക് എന്തെങ്കിലും മലപ്പുറത്ത് വന്നതല്ലേ, ഇത് ഇപ്പം പൊങ്കാല ഇടുന്നുണ്ടെന്നുള്ളത് ഓക്കെയാണ്. അതിനപ്പുറത്തേക്ക് വേറെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? ആറ്റുകാലമ്മയ്ക്ക് എന്തെങ്കിലും സമ്മാനമായി ഒരു പാട്ടുകളാണ് മലപ്പുറത്തിന്റെ ഒരു പാട്ടുണ്ടെങ്കിൽ ഒരു പാട്ട് നാടൻ പാട്ട് വേണം. വേലപുരം കാണാൻ എന്താട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകണ്ടേ ആ മന്ദാരക്കാവിലേ. വേലപുരം കാണാൻ എന്താട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകണ്ടേ. ഓ മകരക്കൊഴുത്തു കഴിഞ്ഞ് മാനം തെളിയാറായി എന്താട കുഞ്ഞാഞ്ഞേ നമ്മക്കും പോകുണ്ടേ. അപ്പൊ കുഞ്ഞാഞ്ഞമാരെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് പോരുന്നില്ലേ? അപ്പൊ സംഘമായിട്ട് പൊങ്കാല ഇടുന്നു, സംഘഗാനം അവതരിപ്പിച്ചു. എന്തായാലും സന്തോഷം. ആറാടി നിൽക്കുകയാണ് തലസ്ഥാന നഗരി.